അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ഉമ്മമാരെ, വാപ്പമാരെ, നമ്മളിന്ന് ഈ അവസരത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ്. നമ്മുടെ കുഞ്ഞുമക്കള് 3 വർഷത്തെ ഖുർആൻ പഠനം പൂർത്തിയാക്കി ഖതമുൽ ഖുർആൻ കംപ്ലീറ്റ് ആക്കി ഇന്ന് ഈ പടി ഇറങ്ങുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇവിടെ ഈ വേദിയിൽ നിങ്ങളോടൊപ്പം കുറച്ചു നേരം സംവദിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. അതിനോടൊപ്പം സർവശക്തന് എല്ലാവിധ സ്തുതിയും നേരുന്നു. അൽഹംദുലില്ലാഹ്. ഈ ഖതമുൽ ഖുർആൻ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഈ മക്കളെ പ്രാപ്തരാക്കിയ അൽ മനാർ ഖുർആനിക് പ്രീ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും അതുപോലെ അവരുടെ മാതാപിതാക്കൾക്കും ഹൃദയംഗമമായ അനുമോദനങ്ങൾ നേരുന്നു. അതോടൊപ്പം സർവശക്തന്റെ അടുക്കൽ ഇതിന് തക്കതായ പ്രതിഫലം ഇവർക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊള്ളുന്നു. കൂട്ടുകാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നും നമ്മുടെ ദിനപത്രങ്ങളിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താണ്? ഇന്നലെ കൂടിയിട്ട് നമ്മളെല്ലാവരും രാത്രിയിലെ വാർത്ത കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കണ്ടതും കേട്ടതും എന്താണ്? ഇത്തരം കൊലകളും അക്രമങ്ങളും അനീതികളും ചൂഷണങ്ങളും ലഹരി ഉപയോഗവുമെല്ലാം നടക്കുമ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് അൽ മനാർ ഖുർആനിക് പ്രീ സ്കൂളുകളെ പോലെയുള്ള ഖുർആനിക് സ്കൂളുകളുടെ പ്രസക്തി തന്നെയുള്ളത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മുടെ ഈ കുഞ്ഞുമക്കൾ 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട്, അതായത് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ഓരോ ദിവസത്തിലെയും കൂടുതൽ സമയം അവർ ചെലവഴിച്ചിട്ടുള്ളത് ഈ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഖുർആൻ പഠനത്തിനും ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനും അതുപോലെ തന്നെ ദിക്റുകളും പ്രാർത്ഥനകൾക്കും വേണ്ടിയിട്ടാണ്. അവരുടെ ഒരു ജീവിതം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നു, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. അവരുടെ ജീവിതം അല്ലാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ തുടങ്ങുകയാണ്. അവിടെ നിന്ന് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർ ഈ ദുആയും പ്രാർത്ഥനകളും ദിക്റുകളും ഓതിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള മക്കൾ വഴിപിഴച്ചു പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാ എന്ന് അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് തുടങ്ങുന്നു. അത് അവസാനിപ്പിക്കുന്നതോ അൽഹംദുലില്ലാ, അല്ലാഹുവിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ബിസ്മിയിൽ തുടങ്ങി അൽഹംദുലില്ലയിൽ അവസാനിപ്പിച്ചു. അടുത്ത കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ വീണ്ടും പറയുന്നത് എന്താ? ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. അത് കഴിയുമ്പോൾ അൽഹംദുലില്ലാ, സർവശക്തനായ അള്ളാഹുവിന് സ്തുതി എന്നാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ബിസ്മിയും അൽഹംദുലില്ലാ, അതായത് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടും അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ടും തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും അവർ വഴിപിഴച്ചു പോവുകയില്ല. കാരണം അവരുടെ ഉള്ളിലുള്ള പ്രാർത്ഥന ഹസ്ബി അല്ലാ, അള്ളാഹു മതി എനിക്ക്, എന്തിനും അള്ളാഹു ഉണ്ടെന്ന ഒരു ബോധ്യത്തോടു കൂടിയാണ് അവർ നടക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കാം. ഞാൻ എൻ്റെ മകൻ്റെ കാര്യത്തിൽ പറയാം. അവൻ്റെ ഒരു ജീവിതം തുടങ്ങുമ്പോൾ അവൻ കണ്ണു തുറന്നാൽ ആദ്യം പറയുന്നത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്നാണ്. അത് കഴിഞ്ഞിട്ട് അവൻ ടോയ്ലറ്റിൽ പോകും, അപ്പം അവിടെ ദുആ, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വീണ്ടും ദുആ, ഭക്ഷണം കഴിക്കുമ്പോൾ, പിന്നെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ, ഇതെല്ലാം ദുആകളിലൂടെയാണ്. അതുപോലെ തന്നെ മോർണിംഗ് അദ്കാറായിട്ടും ഈവനിങ് അദ്കാറായിട്ടൊക്കെ ഒരുപാട് ദുആകൾ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ മക്കൾ ചെയ്യുന്നത്? ഇവർ ചെയ്യണ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ, ഈ കുഞ്ഞുമക്കൾ ഇതെല്ലാം പറയുമ്പോൾ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്നൊരു ചോദ്യം സ്വാഭാവികമായി നമുക്ക്. അപ്പോൾ അവൻ പറയുന്നതോടൊപ്പം ഞാൻ പറയാൻ തുടങ്ങി, ഞാൻ പറയുന്നത് കണ്ടപ്പോൾ എൻ്റെ മൂത്ത മകൻ പറയാൻ തുടങ്ങി. അങ്ങനെ കുടുംബത്തിലെ ഓരോരുത്തരായിട്ട് പറയാൻ തുടങ്ങി. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിയിൽ നിന്ന് തുടങ്ങി അവൻ്റെ കുടുംബത്തിൽ നിന്ന്, കുടുംബം പിന്നീട് അവൻ്റെ കളിക്കൂട്ടുകാരുമായി സംവദിക്കുമ്പോൾ വീണ്ടും അവൻ കളിക്കാൻ നേരത്ത് തുടങ്ങാൻ നേരത്ത് ബിസ്മില്ല പറഞ്ഞുകൊണ്ട് ബാറ്റ് ചെയ്യുന്നു, ബിസ്മില്ല പറഞ്ഞുകൊണ്ട് ബോൾ ചെയ്യുന്നു. കളി കഴിയുമ്പോൾ ജയിച്ച് ഹുറേ എന്ന് പറയുന്ന സ്ഥാനത്ത് അവൻ പറയുന്നു അൽഹംദുലില്ലാ എന്നാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന കൂട്ടുകാർ സ്വാഭാവികമായിട്ട് അവരും പറയുന്നു അൽഹംദുലില്ലാ, ബിസ്മില്ല. ഇങ്ങനെ ഇതൊരു ചെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബം കഴിഞ്ഞു, അടുത്ത കുടുംബം കഴിഞ്ഞു, ഒരു സമൂഹത്തിലോട്ട് പോകുമ്പോൾ ഒരിക്കലും നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോവുകയില്ല. ഇത് പക്ഷേ ഇവിടെ നിന്ന് ഖതമുൽ ഖുർആൻ പൂർത്തിയാക്കി ഇറങ്ങുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ,
എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂ ചെയ്യുക എന്നതാണ്. കാരണം ഇന്നലെ രാത്രിത്തെ ആ മരണത്തിൻ്റെ വാർത്ത കേട്ടിട്ട് പഠിച്ചവരാണ് മനസ്സിൽ വല്ലാതെ വേദന തോന്നിപ്പോയി. കാരണം നമ്മുടെ മക്കളും വളർന്ന് വലുതാവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്താണ്, എവിടെ എത്തും, ഏതാണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ മോൻ്റെ ഇതിലോട്ട് ഇതാക്കാണ്, എത്രമാത്രം അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുക, ഖുർആന് സുന്നത്ത് മുറുകെ പിടിച്ച് എത്രമാത്രം ജീവിതം കൊണ്ടുപോകാൻ കഴിയുക അത്ര വരെ കൊണ്ടുപോകാം നമുക്ക്. കാരണം നമ്മുടെ കയ്യിലിരിക്കണ കാര്യമല്ല. പക്ഷെ എന്നാലും ഒരു ഉറപ്പുണ്ട്, ഇവിടെ പഠിച്ചേക്കണ ഈ കാര്യങ്ങൾ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ജീവിതത്തിൽ എന്നും അത് പിൻപറ്റുമെന്ന് നമ്മളൊന്ന് ഒരു ദൃഢനിശ്ചയം വെച്ചാൽ അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പ്രായത്തോളം നമ്മളത് ചെയ്യുന്നുണ്ട്. ശാസ്ത്രം തന്നെ പറയുന്നത് ഒരു കാര്യം നമ്മൾ 21 days റിപ്പീറ്റായിട്ട് ചെയ്താൽ അത് നമ്മുടെ ഹാബിറ്റായിരുന്നാണ്. അപ്പം നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം 3 വർഷം അവരിവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് അവർക്കൊരു ഹാബിറ്റായി. അപ്പോൾ ആ ഹാബിറ്റ് ഇടയ്ക്ക് വെച്ച് സ്റ്റക്ക് ആവാതെ നോക്കേണ്ടത് നമ്മളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റും. നമ്മുടെ മക്കളെ ഈ പറഞ്ഞ അനീതികളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും ലഹരികളിൽ നിന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. നല്ലൊരു സമൂഹത്തിനെ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഈ അൽമനാർ ഖുർആനിക് പ്രീ സ്കൂളിലോട്ട് എൻ്റെ മകനെ ചേർക്കുമ്പോൾ ഞാൻ നിയർ ബൈ ഉള്ള സ്കൂളുകളൊക്കെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്കൂൾ ഏതെന്നുള്ളൊരു ചോയ്സായിരുന്നു. അപ്പോഴും ഖുർആനിക് പ്രീ സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇത് ഖുർആൻ പഠിക്കുന്നതിന് മുൻഗണന നൽകുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം ഇവിടെ കുറവായിരിക്കും കൊടുക്കാമെന്നുള്ളൊരു ധാരണയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ഇത് ഉള്ളിൽ വെച്ചുകൊണ്ടിട്ട് തന്നെയാണ് അവൻ്റെ അക്കാഡമിക് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എൻ്റെ മോൻ ഇന്നിപ്പോൾ 2ാം വർഷ വിദ്യാർത്ഥിയാണ്. അവന് എനിക്കായിട്ട് ഒരു സെൽഫായിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അറ്റൻഷനോ അല്ലെങ്കിൽ ഒരു സെൽഫ് എഫേർട്ടോ ഒന്നും ഒരിക്കലും ഖുർആൻ പഠനത്തിനാണെങ്കിലോ മറ്റ് സബ്ജക്റ്റിനാണെങ്കിലോ എനിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം അവിടെ നിന്ന് അവൻ പഠിച്ചു വരും. ഇവിടെ വരുമ്പോൾ ആകെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഹോംവർക്ക് ഉണ്ടാകും. ആ ഹോംവർക്ക് അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. പിന്നെ ആ ആഴ്ചകളിൽ പഠിച്ചേക്കണ സൂറത്ത് എന്താണെന്നുള്ളത് റെക്കോർഡ് ചെയ്തിട്ട് സൂറത്തും ദുആയും ടീച്ചർമാർക്ക് റെക്കോർഡ് ചെയ്തിട്ട് അത് അയച്ചു കൊടുക്കാം. അതിലപ്പുറം ഒരു എഫേർട്ട് എനിക്ക് വന്നിട്ടില്ല. അപ്പം നമ്മുടെ ടീച്ചേഴ്സ് എത്രത്തോളം എഫേർട്ട് എടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. സാധാരണ സ്കൂളുകളിലും ഈ പറഞ്ഞ പോലെ 9:30 മുതൽ 3:30 വരെയുള്ള ഈ സമയത്ത് അവർ ഈ ഭൗതികമായിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം നൽകി പഠിപ്പിക്കും. അതൊരു മോശമാണെന്നല്ല ഞാൻ പറയണം. അതിനോടൊപ്പം നമുക്ക് ആസ് എ മുസ്ലിം നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റിയാൽ അത് വലിയൊരു നേട്ടമാണ്. നമ്മുടെ കുട്ടികളുടെ വളർച്ചയിലും പരലോകത്തേക്കും വേണ്ടിയിട്ടുള്ള ഒരു വലിയ കാര്യം കൂടിയാണ്. അപ്പോൾ അവരെടുക്കുന്ന എഫേർട്ടിന് നമ്മൾ തീർച്ചയായും ബഹുമാനിച്ചേ മതിയാവും. കാരണം മറ്റു സബ്ജക്റ്റിൻ്റെ ആ പഠനത്തോടൊപ്പം ഖുർആൻ മനഃപ്പാടമാക്കുന്നത് ചിലപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 3, 4, 5 വയസ്സുകളിൽ കുറച്ചും കൂടി പോസിബിളാണ്. പക്ഷേ ഇത് നോക്കി വായിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവർ അക്ഷരങ്ങളും കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാലും ഖുർആൻ വായിക്കുക എന്നുള്ള, ഖുർആൻ ഓതുക എന്നുള്ളത് കുറേ കൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിൻ്റെ എഫേർട്ട് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അത്ര നല്ല എഫേർട്ട് അവരെടുത്തത് കൊണ്ടിട്ടാണ് ആ കുട്ടികൾ ഖുർആൻ ഓതാൻ തുടങ്ങുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ 3ാം വർഷത്തിലേക്ക് അല്ലെങ്കിൽ അവർ ഓതാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പാരൻസ് നമ്മുടെ ഒരു സപ്പോർട്ടും കൂടി കൊടുത്താലാണ് ബാക്കി നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും ഇതൊരു വൈകിയ വേളയാണ്. അപ്പം ഞാൻ ഈ സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഓരോ ഭാരവാഹികൾക്കും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഇതൊരു എൻ്റെ മകൻ്റെ കാര്യത്തിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എൻ്റെ കൂടെയുള്ള മേറ്റ്സിനെ എല്ലാവർക്കും അറിയാം, ഞങ്ങൾ അവരോടും സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ ഉറച്ച തീരുമാനത്തോടു കൂടി ഇങ്ങോട്ട് ചേരുകയും മക്കൾ ഈ ഒരു സ്കൂളിൽ പഠിക്കുന്നതിൽ പരിപൂർണമായ സന്തോഷത്തോടു കൂടിയാണ് ഈ അവസരം നിൽക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സ്കൂളിന് വേണ്ടിയിട്ട് ചെറുതും വലുതുമായ ഓരോ എഫേർട്ട് എടുക്കുന്ന എല്ലാവർക്കും പടച്ച തമ്പുരാൻ തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഖതമുൽ ഖുർആൻ പൂർത്തിയാക്കി ഇവിടെ നിന്ന് ഇറങ്ങുന്ന മക്കൾക്ക് ഇഹലോകത്തും പരലോകത്തും അവർക്ക് പടച്ചവൻ നല്ലതെന്ന് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് വാഹിദ് ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.